ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സോണിയ സ്പോട്ടിന്റെ ഒരു ആംപ്ലിഫയർ ആണ് 350 വാട്ട്സ് 2-in-1. നമുക്ക് സിംഗിൾ ആയിട്ടും മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും ഉപയോഗിക്കാം. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓൺ ആവണുണ്ട് സാധനം, നമ്മൾ പവറൊക്കെ കൊടുക്കുമ്പോൾ ഓൺ ആവണുണ്ട്. അതേപോലെ ഔട്ട്പുട്ട് ഇല്ല ഇതിന്, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് LED പച്ച കളറിൽ തന്നെയാണ് കത്തുന്നത്. വേറെ പ്രൊട്ടക്ഷൻ മോഡോടായിട്ട് ഓണായിട്ട് റെഡിൽ കത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ കാര്യം. നമ്മൾ സ്പീക്കർ ലൈനൊക്കെ കൊടുത്ത് നോക്കിയതാണ്, എന്നിട്ട് വേറെ വർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് അയച്ചു നോക്കി നോക്കുക എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവം, എന്താണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് മാറ്റിയിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടി നോക്കാം. നമുക്ക് അയച്ചു നോക്കി നോക്കാം. സപ്ലൈ നമ്മൾ 12 വോൾട്ടിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഈ വയർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഈ 3 കണക്ഷനിൽ ഇതിൽ രണ്ടിലും പോസിറ്റീവും ഇതിൽ നെഗറ്റീവും വന്നാലാണ് ഇത് ഓൺ ആവുള്ളൂ. നമ്മൾ സെറ്റിൽ നിന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിനെ വയർ ഉണ്ടാവും, ഇതേപോലെ ഉള്ള ഒരു നീല വയറിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, ഈ റിമ്മ് എന്ന് പറഞ്ഞിട്ടുള്ള വയർ. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബസ്സിലേക്കൊക്കെ ആയ കാരണം 5 എണ്ണം 10 എണ്ണം ചിലപ്പോൾ 6 എണ്ണമൊക്കെ ഉണ്ടാവും ആംപ്ലിഫയറുകൾ ഇതേപോലത്തെ. അപ്പോൾ 6 എണ്ണത്തിന് മേലേക്കാണ് കൂടുതൽ വരാറ്. അപ്പോൾ ചാനലുകൾക്ക് തന്നെ 2 3 എണ്ണം 4 എണ്ണമൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെറ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് നമ്മൾ DC കണക്ഷൻ തന്നെയാണ് ഇതിലേക്ക് കൊടുക്കുക. അതായത് റിമ്മ് എന്ന് പറഞ്ഞ കണക്ഷനിലേക്ക് അതിൽ സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കി നോക്കാം എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ 4 സ്ക്രൂവാണ് വരുന്നത്. അപ്പോൾ ആ 4 സ്ക്രൂ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ ക്യാബിൻ തുറക്കാൻ പറ്റും. ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാണുന്നത് മൊത്തം ഇതിന്റെ ഹീറ്റ്സിങ് ആണ്. ഈ കാണുന്നത് മൊത്തം ഇതിന് ഇത് ഹീറ്റ്സിങ് ആണ്. നമ്മളെ സാധാരണ ആംപ്ലിഫയറിന്റെ പോലെ ഫാനും കാര്യങ്ങളൊന്നും അല്ല ഇതിന്. അപ്പോൾ അതിന്റെ ഹീറ്റ്സിങ് മൊത്തം ക്യാബിൻ തന്നെയാണ് ഇതിന്റെ ഹീറ്റ്സിങ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു അലുമിനിയത്തിന്റെ പീസിന്റെ മീതെയാണ് ഇതിന്റെ ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും കരിഞ്ഞതും കത്തിയതൊന്നും ആയിട്ട് കാണാനില്ല. നമുക്ക് ബോർഡ് അയച്ച് നോക്കി നോക്കാം. അപ്പോൾ ട്രാൻസിസ്റ്ററിലേക്കും കാര്യങ്ങൾക്കും മോസ്ഫെറ്റിലൊക്കെ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കി നോക്കാം ഡയോഡിൽ. അപ്പോൾ അതിൽ കാണുന്നത് ഈ സൈഡിൽ കാണുന്ന ഈ 2 എണ്ണം ഈ SMPSന്റെ മോസ്ഫെറ്റും 2 എണ്ണം ഡയോഡാണ്. അപ്പോൾ SMPSന്റെ സെക്ഷൻ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കി നോക്കാം. SMPSന്റെ സെക്ഷൻ കംപ്ലൈന്റ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ LED കത്തില്ല. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അതേപോലെ SMPS കംപ്ലൈന്റ് ആയിട്ടും കത്തിയായിരുന്നു ലൈറ്റ്. അപ്പോൾ കാരണം നമുക്ക് ഇതിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മീറ്റർ ഇതേപോലത്തെ അനലോഗ് മീറ്ററാണ് വെച്ചിട്ടുള്ളത്, ഡിജിറ്റൽ മീറ്റർ ഒന്നല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ മീറ്ററായ കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് വോൾട്ടേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോൾട്ടേജ് DC വോൾട്ടേജിൽ നമ്മൾ 50ലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 50 ഇട്ടു. നമ്മളിതിന് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലാണ് അതിൻ്റെ സപ്ലൈയുടെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഇതേപോലെ കൊടുക്കുകയാണ്. പോസിറ്റീവ് നമ്മൾ കൊടുത്തു, അതുപോലെ നെഗറ്റീവും കൊടുത്തു. അപ്പോൾ LED ഓൺ ആയിട്ടുണ്ട്, LED കത്തിയിട്ടുണ്ട്, ആംബ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഡയോഡിൽ സപ്ലൈ വരണത് നോക്കി നോക്കാം. പോസിറ്റീവും നെഗറ്റീവും ഇതിൽ വരണത് നോക്കി നോക്കാം ആദ്യം. അപ്പോൾ വോൾട്ടേജ് നോക്കി നോക്കാം. മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റായിട്ട്. അപ്പോൾ ഒരു 32 വോൾട്ടോളം സപ്ലൈ ഇതിൽ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഡയോഡിൽ നമുക്ക് ഇതിൽ നമുക്ക് നോക്കി നോക്കാം നെഗറ്റീവ് വരുന്നത് നോക്കി നോക്കാം. അതിലും അതേ വോൾട്ടേജ് തന്നെ 31-32 വോൾട്ടേജ് ഇതിൽ വരുന്നുണ്ട്. ഈ ഡയോഡിൽ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ SMPSന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. SMPSന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതിൽ കൊടുക്കുമ്പോൾ തന്നെ ഫീസ് അടിച്ചു പോകും. ഫീസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ അതേപോലെ ട്രാൻസിസ്റ്ററിലേക്കുള്ള വോൾട്ടേജ് നമുക്ക് നോക്കി നോക്കാം. ട്രാൻസിസ്റ്ററിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ട്രാൻസിസ്റ്ററിലും വോൾട്ടേജ് വരുന്നുണ്ട്. ട്രാൻസിസ്റ്ററിലേക്കൊക്കെ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇൻപുട്ട് സെക്ഷനിലാണ് പ്രശ്നം കാണുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാൻസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്താണ്, ട്രാൻസിസ്റ്റർ പോയിട്ടില്ല. ഈ ട്രാൻസിസ്റ്ററുകളൊന്നും പോയിട്ടില്ല, ഈ കാണുന്നൊന്നും പോയിട്ടില്ല. 4 എണ്ണം ഉണ്ട് 2 ചാനലിനും കൂടിയിട്ട്. അപ്പോൾ 2 എണ്ണം പെയറായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സ്വിച്ച് തട്ടുമ്പോഴാണ് ആ സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ ഭാഗത്ത്, ഈ ലൈറ്റിൻ്റെ തൊട്ട് തന്നെ. ആ സ്വിച്ച് മാറ്റുമ്പോഴാണ് പിന്നെ മോണോ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എർത്തിങ് ആവും, അതുപോലെ ബ്രിഡ്ജിങ് നടക്കും. അങ്ങനെയാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ. അപ്പോൾ അതിൻ്റെ കൺട്രോളാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇൻപുട്ട് സെക്ഷൻ നോക്കി നോക്കണം, ഇതിൽ ഏതെങ്കിലും ട്രാൻസിസ്റ്ററുകളോ കാര്യങ്ങളോ പോയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അയച്ച് ബോർഡ് അയച്ചിട്ട് വേണം നോക്കാൻ. അപ്പോൾ ബോർഡ് അയച്ച് നോക്കി നോക്കാം നമുക്ക്. ബോർഡ് അയക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂകളൊക്കെ നമ്മൾ ഊരിയിട്ട് ബോർഡ്
മൊത്തം കൊണ്ട് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ബോർഡ് ഇതാണ് ഈച്ചിങ്, ഇത് അലുമിനിയാണ്. അപ്പോൾ അതിൻ്റെ മേക്കാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂകൾ ഊരിയിട്ട് ഈ ബോർഡ് മൊത്തം കൊണ്ട് ഊരിയെടുക്കുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളെ സ്ക്രൂകളൊക്കെ ഊരിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ അതേപോലെ മോസ്ഫെറ്റ് ഡയോഡ് അതിൻ്റെ ഒന്നും സ്ക്രൂകൾ ഊരേണ്ട കാര്യമില്ല. അതിൻ്റെ സൈഡിൽ പിടിപ്പിച്ചിട്ടുള്ള ചെറിയ പീസ് ഹീറ്റ്സിങ്ങിൻ്റെ മീത്ത സ്ക്രൂ ഊരിയാൽ തന്നെ ബോർഡ് ഫ്രീ ആവും. ആ ബോർഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ കൊണ്ട് ഊരിയെടുക്കാൻ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഊരിയെടുക്കാൻ കിട്ടുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം SMD കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം, ഇതിൽ ഏതാണ് പോയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സാധനം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ എവിടെയെങ്കിലും കരിഞ്ഞതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഒന്നും കരിഞ്ഞതായിട്ടൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ഈ സൈഡിൽ കാണാനില്ല. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ കൺട്രോൾ വന്നിട്ടുള്ള ഭാഗത്തുള്ള SMD അതേപോലെ ട്രാൻസിസ്റ്ററൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഭാഗത്താണ് ട്രാൻസിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലിട്ടുണ്ട്, കണ്ടിന്യൂറ്റിയിലിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അത് ചെക്കിങ്ങിലിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മീറ്റർ റീഡിംഗ് ആണ്. നമുക്ക് 2 ട്രാൻസിസ്റ്ററാണ് ചെറുത് സംശയം തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഊരി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് നല്ലത് ഊരി എടുത്ത് ചെക്ക് ചെയ്യണം ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കത് ഊരി എടുക്കാം. ഇതേപോലത്തെ ഡിസോൾഡറിംഗ് പമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഊരി എടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസോൾഡറിംഗ് പമ്പിൻ്റെ. അപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരിയെടുക്കാം, പ്രിന്റും കാര്യങ്ങളൊന്നും നാശാവാതെ നല്ല രീതിയിൽ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളവിടെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെഡ് ഇതൊക്കെ ഉണ്ടല്ലേ, ലെഡൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം തോന്നിയ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. നമ്മളതിൻ്റെ ലെഡും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ട്രാൻസിസ്റ്റർ 309 ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. മീറ്റർ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അത് യാതൊരുവിധ റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കണില്ല. അപ്പോൾ അതിന് റീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഡെഡായ പോലെയാണ് കാണിക്കണത്. വേറെ റീഡിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. നമുക്ക് ഇതിൻ്റെ വേറെ ഒരെണ്ണം ഇട്ട് നോക്കി നോക്കാം. യാതൊരുവിധ റീഡിങ്ങും ഇല്ല ഇതിന്. അത് എങ്ങനെ ചെക്ക് ചെയ്താലും റീഡിങ് കാണിക്കുന്നില്ല. അതിപ്പോൾ 2 ലെഗ് മീറ്ററിൻ്റെ മുട്ടിക്കുമ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ റീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. 2 സൈഡ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ 2 സൈഡ് നോക്കുമ്പോഴും ഇത് തന്നെ കാണിക്കുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ ഡെഡായ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് നോക്കി നോക്കാം. വേറെ ട്രാൻസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് റീഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വേറൊരു ബോർഡ് ഊരിയെടുത്താണ്. അത് നമുക്കിത് പെട്ടെന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ല ഇതിലുള്ളത്. അപ്പോൾ അത് കാരണം നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഫുള്ളായിട്ടൊന്നും കത്തിപ്പോയ ബോർഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഊരി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഊരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് എടുത്തിടുന്നതാണ് നമ്മൾ ഇങ്ങനത്തെ ട്രാൻസിസ്റ്ററുകൾ. അപ്പോൾ നമുക്കിത് ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ട്രാൻസിസ്റ്റർ. അപ്പം അതിന് ഇത് കറക്റ്റ് ആ ബോർഡിന് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബേസ്, എമിറ്റർ, കളക്ടർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അത് അതിൽ വെച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സാധനം അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഇതേപോലെ തേക്കുക. അതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ലെഗൊക്കെ നമ്മളൊന്ന് ഉരച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നമ്മളത് സോൾഡർ ചെയ്തു. പിന്നെ ഇവിടെ 2-3 സ്ഥലത്ത്
ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് സെറ്റ് ആക്കാം. ഡ്രൈ ആയത് ലെഡ് ഡ്രൈ ആയി എന്നൊക്കെ പറയുമ്പോൾ സോൾഡറിങ് ഡ്രൈ ആയി എന്ന് പറയണത് ചിലവർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ നമ്മളെ സോൾഡറിങ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യുക. ഇപ്പോൾ വെൽഡിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റുകളായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ സോൾഡറിങ് ഡ്രൈ ആന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ലെഡ് ഉണ്ടാവും അവിടെ, പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കോണ്ടാക്ട് ഉണ്ടാവില്ല അതിന്, അതേപോലെ നിൽക്കുന്നുണ്ടാവും, വിട്ടിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ഡ്രൈ ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ. ഈ ലെഡ് ചൂടായിട്ട് ഫുൾ വറ്റി ആ ലെഗിൻ്റെ മീന്ന് ഒരു ചെറിയൊരു റൗണ്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് കോണ്ടാക്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല, അതേപോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് ഇതിൽ കാണാൻ പറ്റുമോ അറിയില്ല, എന്നാലും നോക്കി നോക്കാം കാണാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ലെഡിൻ്റെ സോൾഡറിങ് വന്നതിൻ്റെ സൈഡ് കൂടെ ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല. ലെഗൊക്കെ ഇളകുമ്പോഴാണ് കോണ്ടാക്ട് കിട്ടുക. ട്രാൻസിസ്റ്റർ പിടിച്ച് ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെഡിലേക്ക് കോണ്ടാക്ട് കിട്ടും. ഇതേപോലെയാണ് ഇങ്ങനെ ഗ്യാപ്പായിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അറിയില്ല അത് നിൽക്കണത്. നമ്മൾ കറക്റ്റായിട്ട് നോക്കി നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് സോൾഡർ ചെയ്തിട്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ സോൾഡർ ചെയ്യുന്നുണ്ട്. ആ ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ആമ്പ് വർക്കിംഗ് ആണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് അതിൻ്റെ കറക്റ്റ് സീറ്റിങ്ങിൽ തന്നെ വെക്കുകയാണ്. കറക്റ്റ് സീറ്റിംഗ് ആക്കി വെച്ചു. അപ്പോൾ നമുക്കിനി സപ്ലൈ കൊടുത്തിട്ട് നോക്കി നോക്കാം. ഹീറ്റിംഗ് കോമ്പൗണ്ടൊന്നും വലിയധികം അനങ്ങിയിട്ടില്ല, അപ്പോൾ അത് കാരണം നമ്മൾ വേറെ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നമുക്കിനി സപ്ലൈ കൊടുത്ത് സബിൻ്റെ കണക്ഷനും കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സബിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ കൊടുത്ത് നോക്കി നോക്കാം. പോസിറ്റീവ് നമ്മൾ കറക്റ്റ് പോസിറ്റീവിലും നെഗറ്റീവ് നമുക്ക് കൊടുക്കാം. സാധനം ഓണായിട്ടുണ്ട്. ആംപ്ലിഫയർ ഓണായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുത്തിയിട്ട് നമുക്ക് നോക്കാം വർക്കിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പിന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു സൈഡ് മൊബൈലിലേക്ക് കുത്താവുന്ന ടൈപ്പും അതേപോലെ ഇതേപോലത്തെയാണ്. അപ്പോൾ മൊബൈലിലേക്ക് കുത്തുന്നില്ല, നമ്മൾ ആമ്പ് ഓണാണെന്ന് മാത്രമാണ് നമ്മൾ നോക്കണുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനം വർക്കിംഗ് ആണ്. ഇത് ഫസ്റ്റത്തെ ഒരു ചാനലാണ് വർക്ക് ചെയ്യണത്. മൊത്തം വൈബ്രേഷൻ ചെയ്യാണ് നമ്മളിത് തൊടുമ്പോൾ. ഇനി തൊടുമ്പോൾ മൊത്തം വൈബ്രേഷൻ ആണ്. കണ്ടോ, അപ്പൊ അത് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ അടുത്ത ചാനൽ നോക്കി നോക്കാം നമുക്ക്. നമ്മൾ ഈ ചാനലിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തൊട്ട പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട് കണക്ഷൻ. എന്നിട്ട് ഇനി നമുക്ക് നോക്കി നോക്കാം വർക്കിംഗ് ആണോ എന്നുള്ളത്. കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ചാനൽ നമ്മൾ ചെക്ക് ചെയ്യാണ്. അടുത്ത ചാനലും വർക്കിംഗ് ആണ്. രണ്ട് ചാനലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് ഈ ട്രാൻസിസ്റ്റർ പോയതും, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇത് കുറേ നേരം വർക്ക് ചെയ്തിട്ട് വണ്ടികളിലൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം വല്ല പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്ത് നിർത്താണ്ട് വർക്ക് ചെയ്ത് ലെഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.